മന്ത്രിമാറ്റത്തിൽ പരസ്യ അതൃപ്തി പ്രകടമാക്കി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. തോമസ് കെ തോമസ് മന്ത്രിയാവാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണമെന്ന് എ.കെ. ശശീന്ദ്രൻ ചോദിച്ചു. താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എൻ.സി.പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് കേരളത്തിലെത്തി. എൻ.സി.പിയിലെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് എ.കെ. ശശീന്ദ്രന്റെ പരാമർശം. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ തന്റെ മന്ത്രിസ്ഥാനം തടസ്സമാകില്ലെന്ന് പറയുമ്പോഴും സാധ്യതയില്ലാത്ത കാര്യത്തിന് വേണ്ടി താൻ എന്തിന് രാജിവെക്കണമെന്നും ശശീന്ദ്രൻ ചോദിക്കുന്നു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ചയായതിലും ശശീന്ദ്രൻ പരസ്യാതൃപ്തി പ്രകടിപ്പിച്ചു. ഈ തീരുമാനം 1.5 മാസം മുമ്പേ നമ്മൾ എടുത്തതിന് ശേഷവും കേരളത്തിൽ അത് ചർച്ചാ വിഷയമാക്കിയത് ഒരു നല്ല കാര്യമായിരുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാം. എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഞാൻ എതിരല്ല, ഞാനൊരു തടസ്സവുമാവുകയില്ല. പക്ഷേ അതിനുള്ള ചില പ്രയാസങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിലും ഞാൻ രാജിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. മിനിയാന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഈ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ മാറുന്നത് തോമസിന് മന്ത്രിയാകാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമാവുകയില്ല എന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിക്കാൻ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുകയാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ അതൃപ്തിയും ശശീന്ദ്രന്റെ വാക്കുകളിൽ പ്രകടമാണ്. താൻ രാജിവെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും അത് താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. ഞാൻ മാറാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് തോമസ് കെ തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചത് കൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ.സി.പി വിഷയം LDFന്റെ മുന്നിൽ വന്നിട്ടില്ലെന്ന് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണനും പ്രതികരിച്ചു. മന്ത്രിസഭയിലെ കാര്യമായതിനാൽ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നും ടി.പി. രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. മന്ത്രിമാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരം, ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന വിഷയമില്ല. വന്നാൽ തെറ്റൊന്നുമില്ല, വരേണ്ടുന്ന വിഷയമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോ എൻ.സി.പിന്റെ മന്ത്രി എ.കെ. ശശീന്ദ്രനാണ്. അദ്ദേഹം തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. എൻ.സി.പി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം സ്വാഭാവികമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി നിലപാടിനെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക. മന്ത്രിമാറ്റ ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് MLA കേരളത്തിൽ തിരിച്ചെത്തി. മുഖ്യമന്ത്രിയുമായി വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുവാനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം.